പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ സെലിബ്രിറ്റികൾ. യഥാർത്ഥത്തിൽ ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലുള്ള, ഇവിടെ പോരാടി ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഒരു തിരിഞ്ഞുപോക്കിനും ഇടം കൊടുക്കാതെ എല്ലാവർക്കും മാതൃകയായി കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ പോരടിച്ച് ജീവിക്കുന്ന കുറേ വനിതകളുണ്ട്, കുറെ അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഈ വനിതാ ദിനം ആചരിക്കുകയാണ്. കാരണം വനിതാ ദിനത്തില് നമ്മുടെ ചുറ്റുപാട് കണ്ണോടിച്ചാൽ ഓരോരോ വിഷമങ്ങളുമായിട്ട് മറ്റുള്ളവർക്ക് താങ്ങായി തണലായി സ്വയം ഉരുകിത്തീരുന്ന ഒരുപാട് നമ്മുടെ സഹോദരിമാരുണ്ട്. അവരെയൊക്കെ നമുക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മളുടെ ഒരു ചെറിയ കാൽവെപ്പാണ് ഈ ദിനാചരണം. ഇവിടെ നമ്മൾ ആചരിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മുടെ രവിയേട്ടൻ വിശദമായിട്ട് പറയും. നമ്മുടെ സീനിയർ കൌൺസിലർ, നമ്മുടെ പാലിയേറ്റീവ് രംഗത്ത് പെരിന്തൽമണ്ണയിലെ ഒരു മാതൃകയായിട്ടുള്ള സഹോദരിയാണ്. ഇപ്പൊ അവരുടെ കാലുമ്പിൽ ഇപ്പൊ കെട്ടാ. കാരണം നമ്മളിവിടെ നടത്തിയ ദശദിന ക്യാമ്പിന്റെ വീൽ ചെയർ കയറി ഇറങ്ങിയതാണ്. അന്ന് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ അരയ്ക്ക് താഴെ ഒരു ഭാഗം മുഴുവൻ തളർന്നവരൊക്കെ ആയിട്ടുള്ള ശയ്യാവലംബരായിട്ടുള്ള 200-ലേറെ ആളുകളെ 10 ദിവസം ശുശ്രൂഷിച്ചതിന്റെ ആ രാവും പകലും നമ്മളവിടെ ശുശ്രൂഷിച്ചതിന്റെ ഒരു ഇതാണ്. കാലുമ്പിൽ ഒരു കെട്ടാണ് നമുക്ക് കിട്ടിയത്. അത് കാരണം ആ വേദനയേക്കാളേറെ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മനസ്സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. കാരണം ഈ സമൂഹത്തിന് വേണ്ടി, വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത്. അവരെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വോയിസ് കെയുടെ സജീവ പ്രവർത്തക, പരിസ്ഥിതി പ്രവർത്തന രംഗത്ത്, സാമൂഹ്യ പ്രവർത്തനത്തൊക്കെ നിന്നിട്ടുള്ള സതീദേവി ടീച്ചർ, നമ്മുടെ നിതീർ താത്ത, ഇവരൊക്കെ പറയുമ്പോഴും അവര് നമുക്ക് പുറമേക്ക് കാണുന്ന ഇതൊരു ഐസ്ബർഗ് മാതിരിയാണ്. നമ്മൾ പറയില്ലേ, ഐസ്ബർഗിന്റെ ഒരു ചെറിയ ഭാഗമാണ് മുകളിലേക്ക് കാണുക, താഴെ വലിയ ഭാഗങ്ങൾ നമുക്ക് കാണാതെ കിടക്കും. ഇവരൊക്കെ ചിരിച്ച് ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവര് നീന്തിക്കയറിയിട്ടുള്ള, അവര് അതിജീവിച്ചിട്ടുള്ള കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ഞങ്ങളാണ് നിങ്ങൾക്കൊക്കെ മാതൃക എന്ന രീതിയിൽ ഇന്നും ചിരിച്ച് നമ്മുടെ തോളോട് തോള് ചേർന്ന് നമ്മുടെ ഒരു സഹോദരിയോട് കാണിക്കുന്ന സൗഹൃദവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഇതാണ് നമുക്ക് അവരോട് പെരുമാറാൻ പറ്റുക. അതേമാതിരി തന്നെ ഇന്ദു ടീച്ചറൊക്കെ നോക്കൂ. ഇന്ദു ടീച്ചർ ഒരു പ്രശസ്തയായ കവയിത്രിയാണ്. വീട് ഈ കുളത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ടീച്ചറുടെ എഴുത്തുകൾ, ഇപ്പൊ നമ്മുടെ ആ പെണ്ണളവിനെ കുറിച്ചുള്ളത്, അതിലത്തെ ഓരോ വാക്കുകളും നമ്മുടെ സമൂഹത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ എഴുതിയ കവിതയാണ്. അത് എന്നും പ്രസക്തമാണ്. ആ കവിതയിലെ ഓരോ വരികളും നിങ്ങളിപ്പോ കേട്ട് കാണും. ആ ഓരോ വരികളും എക്കാലത്തെയും പ്രസക്തമാണ്. പിന്നെ നമ്മളിവിടെ ആദരിക്കുന്നത് നമ്മുടെ അമൃതം പൊയ്കയിൽ ഇവിടെ നീന്താൻ വരുന്ന കുറച്ച് അമ്മമാരുണ്ട്. നമ്മുടെ അനിത ടീച്ചറൊക്കെ അതിജീവനത്തിന്റെ കഥകളാണ്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് ടീച്ചർ ഇന്നും പുഞ്ചിരിച്ച് നമ്മോടൊപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ബാമിക്കുട്ടിയുടെ അമ്മമ്മയാണ്. അമ്മമ്മയും അദ്ദേഹത്തിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന്റെ അമ്മയാണ്. ഭാഗ്യത്തിന്റെ അമ്മയോട് അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. പിന്നെ ഷീല മേഡൻ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അതിനെ തരണം ചെയ്ത് അതിനെ എങ്ങനെയാണ് ചിരിച്ച് അതിജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നവരാണ്. നമ്മുടെ ഭാഗ്യത്തിനൊക്കെ താങ്ങും തണലായിട്ട് ഭാഗ്യത്തിന്റെ അമ്മയും അച്ഛനും ഇവിടെ നിൽക്കുകയാണ്. ഈ ബാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാമിയുടെ അമ്മ അച്ഛനും ഒക്കെ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അമ്മയും അച്ഛനും നോക്കുന്നതിനേക്കാളേറെ നമ്മുടെ ബാമിക്കുട്ടിയെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അവരുടെ അമ്മമ്മയും അച്ഛനുമാണ്. ഞങ്ങളത് കാണുകയാണ്. ചിലര് അവരുടെ ജീവിതം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു വെക്കുകയാണ്. അവരുടെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് നമ്മുടെ കുട്ടികൾ എന്ന രീതിയിൽ ഇതാക്കണം. പിന്നെ നമ്മളിവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഡോക്ടർ ഷീബ കൃഷ്ണദാസിനെയാണ്. ഷീബ കൃഷ്ണദാസിന് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം ഉണ്ടായത്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ദേശാഭിമാനിയുടെ വാരാന്തപതിപ്പിൽ അവർ ചെയ്തിട്ടുള്ള ഈ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചും നീന്തൽ പരിപാടിയെക്കുറിച്ചൊക്കെ നന്നായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അതിൽ വരികയുണ്ടായി. നമ്മുടെ ബിജുമോൻ പന്തിരികളാണ് അത് എഴുതിയത്. അതിനുശേഷം 24 ചാനലിൽ വന്നിട്ട് ഇന്റർവ്യൂ നടത്തുകയും കുളത്തിനെ കുറിച്ച് റെക്കോർഡിംഗ് നടത്തുകയൊക്കെ ചെയ്തു. നമ്മൾ ഈ പരിപാടിയോട് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് മലബാർ സൗഹൃദവേദിയും ഓയിസ്ക പെരിന്തൽമണ്ണയുടെയും മലപ്പുറത്തിന്റെയും ചാപ്റ്ററുകളുടെ സഹകരണത്തോടെയാണ്. അതിന്റെ ഭാരവാഹികളായ നമ്മുടെ വേലായുധേട്ടൻ, യൂനസ്, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ഏകദേശം ഒരു ഉദാഹരണത്തിന് മാത്രം ഇവിടുന്ന് ആദരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. ഓരോ സ്ത്രീകളും ആദരിക്കപ്പെടേണ്ടവരാണ്. ഇപ്പൊ നമ്മുടെ ഷീനയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഷീനോട് പറയായിരുന്നു, ഷീനയുടെ മോള്
എല്ലാവരും ഉണ്ട്. ഇതൊക്കെ പ്രസീത ടീച്ചർ, പരമേട്ടന്, അവര് ഈ പ്രസീത ടീച്ചറൊക്കെ എല്ലാ ദിവസവും രാവിലെ പരമേട്ടനും വന്നിട്ട് ഇപ്പൊ നമ്മൾ കണ്ട ഭാഗ്യത്തിനൊക്കെ അവരൊരു സർവീസുമാരി രാവിലെ വന്ന് ചെയ്യാം, ഭാഗ്യത്തിന് നീന്തിപ്പിക്കുന്നു. ഇവര് തരുന്ന ഈ ആത്മവിശ്വാസം ഇത് വല്ലാത്തൊരു ഇതാണ്. ഞങ്ങൾക്ക് ഈ രാവിലെ ഒരു 10-20 പേര് ഇവിടെ ഈ കുളത്തിൽ എല്ലാ ദിവസവും രാവിലെ വന്ന് നീന്തുന്നുണ്ട്. അവർക്ക് തരുന്ന ആത്മവിശ്വാസം ഇവരൊക്കെയാണ്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ മലബാർ സൗഹൃദ വേദിയോടും OSPയോടും ഒക്കെ ചേർന്നിട്ട് ഇവരെ ആദരിക്കുകയാണ്. ഞാനിതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ രവിയേട്ടനെ ക്ഷണിക്കുകയാണ്. രവിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ അത് രവിയേട്ടൻ എന്നും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ നെടുന്തൂണായിട്ടാണ് പെരിന്തൽമണ്ണയിൽ നിന്നിട്ടുള്ളത്. രവിയേട്ടൻ ഈ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കറിയാം, സായി സ്നേഹതീരത്തെ കുറിച്ചൊക്കെ അറിയാം. 10-60-ലേറെ ആദിവാസി കുട്ടികളെ സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും അവര് സമൂഹത്തിൽ ഉന്നതന്മാരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു ഭാവിയല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന രവിയേട്ടനാണ് പ്രസിഡന്റിന്റെ അടുത്തുനിന്ന് ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അവാർഡ് വാങ്ങിയ ആളാണ്. അദ്ദേഹമാണ് ഇതിന്റെ അധ്യക്ഷം വഹിക്കുന്നത്. രവിയേട്ടനെ ഞാൻ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വനിതാ ദിനം കുറിച്ച് കൃഷ്ണദാസ് പറഞ്ഞു.